ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെണ്ടയ്ക്ക വെച്ചിട്ടൊരു സിമ്പിളായൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ വെക്കുക നോക്കാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ. ഫേസ്ബുക്കിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വെണ്ടയ്ക്ക നോക്കുക, നേരെ നോക്കുക. കഴുകിയിട്ടോ, വെണ്ടയ്ക്ക നന്നായി കഴുകി. നല്ല മഴയുണ്ടാണ്. രാവിലെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടാവട്ടെ. ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കിലോ വെണ്ടയ്ക്കുണ്ട്. വെണ്ടയ്ക്ക നന്നായി വാടി വരട്ടെ. വെണ്ടയ്ക്ക വാടി വന്നു. ഇതിലേക്ക് 2 തക്കാളി ഇട്ടാ, പഴുത്ത തക്കാളി. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കുക. പൊടികളിട്ടിട്ടൊന്ന് മൂത്ത് വരട്ടെ. പൊടികളിട്ടിട്ട് മൂത്ത് വന്നു. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇതൊന്ന് വേകട്ടെ. അപ്പോൾ ഈ തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, ഇതിലേക്ക് 1 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, എല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. എന്നിട്ട് വെണ്ടയ്ക്ക വന്താ നോക്കാം. വെണ്ടയ്ക്ക വെന്തു കൂട്ടാ, നന്നായി വെന്തു. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി ചാറ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു കൂട്ടാ. ഇത്രയും മതി. ഓഫാക്കുക. ഞാൻ താളിച്ചൊഴിക്കാം. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവയിട്ട് കൊടുക്കുക. 5-6 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, കറിവേപ്പില. ഇതിനൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ നന്നായിട്ട്. ഉള്ളി മൂത്ത് വന്നിട്ട് സൂപ്പർ കറിയാണിട്ടത്. അടിപൊളി ടേസ്റ്റാണ്. നല്ല കുറുകിയ കറിയാണ്. ഇതേപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. വെള്ളപ്പയർ കുത്തിക്കച്ചാണ് കേട്ടോ. അതിന് ഉള്ളി മുളകും ചതക്കുക. വെള്ളപ്പയർ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല കേട്ടോ. വൻപയർ. വെളുത്തുള്ളിയും ചുവന്നുള്ളി. ചുവന്നുള്ളി പറഞ്ഞാൽ ചിലർക്ക് അറിയില്ല. ചെറിയ ഉള്ളി ചാടി. കല്ല് മറ്റേ വട്ടം പോരാ. ഇനി നല്ല സാധനം പൈസ കിട്ടില്ല.
ചെത്തിയെടുക്കട്ടെ അല്ലേ? എല്ലാം ചാച്ചെടുക്കട്ടെ കേട്ടാ. വൻപയർ വെന്താ നോക്കട്ടെ കേട്ടോ. വെള്ളപ്പയർ വന്താ നോക്ക്. ഓ കറക്റ്റ് വന്നു കേട്ടോ. 2 വിസിലടിച്ചോളൂ. താളിച്ചെടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. കടുക് ഇട്ട് കൊടുക്കുക. ഉള്ളി മുളകും. രണ്ട് കറിവേപ്പില. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. പയർ ഒഴിച്ച് കൊടുക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ പയർ കുത്തിക്കാച്ചി റെഡി ആയിട്ടോ. ചോറാക്കി കൊടുക്കട്ടെ. കഴിക്കാൻ പുട്ടാണ് കേട്ടോ. രാവിലേക്ക് വെയിലും മഴയാണോ? പുറത്ത് വെയിലും മഴയും. കുറുക്കൻ്റെ കല്യാണം. അതൊരു കുട്ടി പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടി. കുറുക്കൻ്റെ കല്യാണം, ബിരിയാണി കഴിക്കണ്ടേ? ശരി, കുറുക്കൻ്റെ കല്യാണത്തിനും ബിരിയാണിയായി. ചെറിയ കുട്ടിയാ. വേഗട്ടെ ഏട്ടാ. പുട്ട് റെഡിയാക്കി എനിക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. പുട്ട് അരി കിട്ടിയാ? അതൊക്കെ അരി കിട്ടിയാ ഏട്ടാ? 2 അരി കിട്ടിയാ? 3 കിട്ടിയാ? 3. നല്ല അരി കിട്ടിയിട്ട് നോക്കട്ടെ. റേഷൻ കറി പോയിട്ട് മണ്ണെണ്ണയില്ലല്ലോ. ഏട്ടന് ഉണ്ണിക്ക് ചോറാക്കണം കേട്ടോ. ഉണ്ണിൻ്റെ ചോറ് നോക്കണം. ഉണ്ണിന് ചോറ് മാറ്റണം. പയറ് കുത്തിക്കാച്ചത്. ഉണ്ണിക്ക് ഏട്ടൻ്റെ മാത്രം മതി. ഇത് ഏട്ടന്. ഏട്ടന് പയറ് കുത്തിക്കാച്ചി. അടിപൊളി വെണ്ടയ്ക്കക്കറി. വെണ്ടയ്ക്കക്കറി പോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ. ഉണ്ണിക്കാണ് അതാണ് നോക്കിയാക്കണേ. അത് വെണ്ടയ്ക്ക പറഞ്ഞിട്ടുണ്ട്, അത് നല്ല ഇഷ്ടമാണ്. അപ്പം സ്കൂളിലേക്ക് അയച്ചു വിട്ട് ഏട്ടനെ പണിക്ക് അയച്ചു വിട്ടെ. ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാട്ടാ. ബൈ ബൈ, സീ യു.